കണ്ണൂർ പാറക്കണ്ടി മഞ്ചപ്പാലം റോഡ് അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനെതിരെ പ്രതിപക്ഷം. 2 വർഷമായി റോഡ് തകർന്നിട്ടും അറ്റകുറ്റപ്പണിക്ക് നടപടി സ്വീകരിക്കാതായപ്പോഴാണ് കൗൺസിലർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കണ്ട് പരാതി പറഞ്ഞതെന്ന് LDF കൗൺസിൽ പാർട്ടി ലീഡർ N സുകന്യ പറഞ്ഞു. മന്ത്രി ഇടപെട്ടാണ് ടാറിങ്ങിന് തുക അനുവദിച്ചത്, അല്ലാതെ കോർപ്പറേഷൻ ഫണ്ട് അല്ലെന്നും സുകന്യ പറഞ്ഞു. കണ്ണൂർ പാറക്കണ്ടി മഞ്ചപ്പാലം റോഡിന്റെ കുഴിയടക്കൽ പ്രവൃത്തി പൂർത്തിയായി. മഴ തുടർച്ചയായി മാറി നിന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം വലിഞ്ഞാൽ ഉടൻ ടാറിംഗ് തുടങ്ങുമെന്ന് കരാറുകാരൻ ധീരജ് കുമാർ അറിയിച്ചു. ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നതിനെ ചൊല്ലിയുള്ള തർക്കവും രൂക്ഷമാണ്. റോഡ് തകർച്ചയിൽ കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനമാണ് കണ്ണൂർ കോർപ്പറേഷൻ LDF കൗൺസിൽ പാർട്ടി ലീഡർ N സുകന്യ ഉയർത്തിയത്. 2 വർഷം പൊട്ടിപ്പൊളഞ്ഞ റോഡിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലമാണെന്നും ഇതിന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന് തന്നെയാണെന്നും N സുകന്യ പറഞ്ഞു. ഏതെങ്കിലും ഒരു കൗൺസിലർ, ഒരു ജനപ്രതിനിധി സ്വന്തം ഡിവിഷനിലെ ഒരു വർക്ക് നടത്താതെ ഇട്ടിട്ട് അതിന്റെ പേരിൽ കോർപ്പറേഷനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ നിൽക്കുമോ? നമുക്ക് ഒരു ആരോപണം പറയുമ്പോൾ അത് അല്പമെങ്കിലും ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ വേണ്ടേ പറയാൻ. അങ്ങനെ ഒരാളും ചെയ്യില്ല. കാരണം അവനവന്റെ ഡിവിഷനിലെ വർക്ക് ഏറ്റവും ഭംഗിയായി നടത്തണമെന്നാണ് ഏതൊരു ജനപ്രതിനിധിയും ആഗ്രഹിക്കുക. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷന്റെ അധികൃതരാണ്. ഞങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്, ഈ വർക്ക് കൃത്യമായി നടപ്പിലാക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കിയതിന് ഉത്തരവാദി അത് കണ്ണൂർ കോർപ്പറേഷന്റെ അനാസ്ഥയാണ്. ഇവിടെ MLA-യുടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയോ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു ഇടപെടലിന്റെ പോരായ്മ കൊണ്ടല്ല ഇതിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. സാങ്കേതികമായ കാരണങ്ങൾ ആണ് നമ്മൾ ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ടെൻഡർ നടപടി വൈകാൻ. പക്ഷെ അത് കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടി ഇടപെടാൻ വേണ്ടിയിട്ട് അതിൽ കോർപ്പറേഷൻ അധികൃതർക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിൽ പറയാനുള്ളത്. വാർഡ് കൗൺസിലർ ചിത്തിര ശശിധരൻ ഈ വിഷയം നിരന്തരം കോർപ്പറേഷനെ അറിയിച്ചു. എന്നാൽ നാമമാത്രമായ തുക നീക്കിവെച്ച് ടാറിംഗ് ഇല്ലാതാക്കാനാണ് കോർപ്പറേഷൻ ശ്രമിച്ചത്. ഒടുവിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഫണ്ട് അനുവദിച്ചതെന്നും N സുകന്യ പറഞ്ഞു. ഇവിടെ തന്നെ 2023-24 വർഷം തന്നെ ഈ വാർഡിലെ കൗൺസിലറായിട്ടുള്ള ചിത്തിര ഇത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വാർഡ് സഭ അംഗീകരിച്ചിട്ടാണ് നമ്മൾ പദ്ധതികൾ DPC-യിലേക്ക് പോവുക, നമ്മളെ വികസന സെമിനാറിലേക്ക് പോവുക. ആ രീതിയിൽ വെച്ചതാണ്. പക്ഷെ 2023-24 അത് അനുവദിക്കപ്പെട്ടില്ല. പിന്നീട് 24-25 ഈ റോഡ് അംഗീകരിച്ചെങ്കിലും അന്ന് വെച്ച തുക, കോർപ്പറേഷന് നീക്കിവെക്കാൻ കഴിയുന്ന തുക എന്നുള്ള നിലയിൽ നീക്കിവെച്ചത് അപര്യാപ്തമാണെന്ന് കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളിയോട് അതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ 25 ലക്ഷം രൂപ MLA-യുടെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. കൗൺസിലറും നാട്ടുകാരും നിരന്തരം റോഡിന്റെ പ്രശ്നം കോർപ്പറേഷനെ അറിയിച്ചിരുന്നതാണെന്നും ഇപ്പോൾ റോഡ് പണി നടക്കുമ്പോൾ തങ്ങളാണ് ഇത് ചെയ്തതെന്ന് വരുത്താനാണ് കോർപ്പറേഷൻ ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്നും നാട്ടുകാരും ആരോപിച്ചു. MLA ഇടപെട്ടാണ് ഫണ്ട് അനുവദിച്ചതെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാമെന്നും അവർ പറഞ്ഞു. ഇതൊരു നമ്മളെ പ്രദേശത്തെ ഒരു പ്ലാന്റ് വരുന്നതിന് വേണ്ടിയിട്ട് നല്ല ഉണ്ടായ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മന്ത്രി വരുന്നതായിട്ട് മഞ്ചപ്പാലം പ്രദേശത്തെ റോഡ് നല്ല ടാറിങ്ങെല്ലാം ചെയ്തിട്ട് മിൻസാക്കിയവരെ നമ്മൾ ചോദിച്ചതാ. അപ്പോൾ കോർപ്പറേഷൻ ഒഴുക്ക് മട്ടിൽ ഇതാക്കി നമ്മൾ ഈ മാർച്ച് മാസം നമ്മൾ നോമ്പെടുത്തിട്ടാണ് ഞാൻ വരെ ആ സമരത്തിന് പോയത്. എന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ ഇത് നമ്മളെ MLA ഫണ്ട് ഉപയോഗിച്ചത് ചെയ്യുന്ന കണ്ട് ഇപ്പഴും കോർപ്പറേഷൻ അട്ടിമറിഞ്ഞ് അവര് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അത് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. അവർക്ക് തിരിഞ്ഞ് ഇതിപ്പോ എങ്ങനെ അവർ ചെയ്തിട്ടില്ലെങ്കിലും ഈ റോഡ് പൂർത്തീകരിക്കും എന്നുള്ളത് അവർക്ക് തോന്നിയത് കൊണ്ട് അവര് ഇപ്പൊ വീണ്ടും വന്നതാണ്. നമ്മളെ ഇതാണെന്നും പറഞ്ഞേ. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ഇടപെടലിനെ തുടർന്നാണ് ടാറിങ്ങിന് ഫണ്ട് ലഭിച്ചത്. സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് സ്ഥലത്ത് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. റോഡ് പൂർണ്ണമായും തകർന്നത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഇത് സജീവ ചർച്ചയായത്. പിന്നാലെ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നോട്ടീസ് കരാറുകാരൻ ധീരജ് കുമാറിന്റെ വീട്ടിൽ പതിച്ചതും വിവാദമായി. കോരിച്ചൊരിയുന്ന മഴയത്തും റോഡ് ടാറിങ്ങിനുള്ള പ്രവൃത്തി തുടങ്ങിയതിൽ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടയിലും റോഡ് അറ്റകുറ്റപ്പണി നടത്തിയതും ടാറിങ്ങിന് നടപടികൾ സ്വീകരിച്ചതും നാട്ടുകാർക്ക് ആശ്വാസമായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.